ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ശ്രീരാമന് യാഗങ്ങളെക്കുറിച്ചും യാഗസംസ്കാരങ്ങളെക്കുറിച്ചും ഉണ്ടായിരുന്ന പ്രിയത്തെക്കുറിച്ച് ചർച്ച ചെയ്തല്ലോ. ഇന്ന് നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ യാഗങ്ങളെ എങ്ങനെയാണ് കണ്ടിരുന്നത്, എങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത്, എങ്ങനെയാണ് അദ്ദേഹം ജീവിതത്തിൽ പകർത്തിയിരുന്നത് എന്ന വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാമെന്ന് തോന്നുന്നു. കാരണം ശ്രീകൃഷ്ണൻ ഒരു യാഗനിരാസനാണ് എന്ന് പലരും അഭിപ്രായപ്പെടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പലപ്പോഴും ശ്രീകൃഷ്ണൻ്റെ വാക്കുകളെ തെറ്റിദ്ധരിച്ച് ഇല്ലാത്തതിനെ അനുമാനിച്ചാണ് ഇത്തരം നിഗമനങ്ങളിലൊക്കെ പലരും എത്തിച്ചേരുന്നത്. നമുക്ക് മഹാഭാരതത്തിൽ നിന്നുള്ള 3 ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാമെന്ന് തോന്നുന്നു. ഒന്നാമത്തെ സന്ദർഭം, യുധിഷ്ഠിരൻ രാജസൂയ യാഗം ചെയ്യാനുള്ള ആഗ്രഹം ശ്രീകൃഷ്ണനോട് പ്രകടിപ്പിക്കുന്ന സന്ദർഭമുണ്ട് മഹാഭാരതത്തിൽ. അപ്പോൾ ശ്രീകൃഷ്ണൻ ഈ ആഗ്രഹത്തെ പരിപൂർണമായി പിന്തുണയ്ക്കുകയും യാഗത്തിൻ്റെ രക്ഷാധികാരം സ്വയം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ജരാസന്ധനെ വധിച്ചാലേ യാഗം പൂർത്തിയാക്കാൻ കഴിയൂ എന്ന കാര്യം ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനെ ധരിപ്പിക്കുന്നുണ്ട്. അതിനായിട്ട് തന്ത്രങ്ങൾ മെനയുകയും രാജാക്കന്മാരെ തനിക്ക് അനുകൂലമാക്കി തീർക്കുകയും ചെയ്യുന്നു. ജരാസന്ധ വധത്തിന് ശേഷം രാജസൂയ യാഗം ആരംഭിച്ചു. അപ്പോഴാണ് ശ്രീകൃഷ്ണനാണ് യജ്ഞത്തിൽ ഏറ്റവും പൂജനീയൻ എന്ന് ഭീഷ്മർ പറയുകയാണ്. ഇവിടെ ഭീഷ്മർ പറയുന്നത് വാർഷ്ണേയം മന്യതേ കൃഷ്ണം പൂജനീയതമം എന്നാണ്. വാർഷ്ണേയം മന്യതേ കൃഷ്ണം പൂജനീയതമം ഭീഷ്മരുടെ വാക്കുകളാണ്. ഈ അവസരത്തിൽ ഭീഷ്മർ ശ്രീകൃഷ്ണനെ ഋത്വിക് എന്നാണ് വിളിക്കുന്നത്. ഋത്വിക്, അതായത് യജ്ഞം ചെയ്യുന്ന ആളുടെ പേരാണ് ഋത്വിക്. അതായത് ശ്രൗതയാഗങ്ങളിൽ പ്രധാനമായും 4 ഋത്വിക്കുകളാണ് ഉണ്ടാവുക. ഋഗ്വേദത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഹോതാവ്, യജുർവേദത്തെ പ്രതിനിധാനം ചെയ്യുന്ന അഥുര്യു, സാമവേദത്തുമായിട്ട് ബന്ധപ്പെട്ട ഉദ്ഗാതാവ്, അഥർവവേദത്തെ പ്രതിനിധാനം ചെയ്യുന്ന ബ്രഹ്മൻ. യാഗത്തിൻ്റെ മേലാളായി നിന്നുകൊണ്ട് ക്രിയകളിൽ വരുന്ന ലോപങ്ങൾക്ക് പ്രായശ്ചിത്തം വിധിക്കേണ്ടതും യാഗത്തിൻ്റെ ആധ്യാത്മിക തത്വം വിശദീകരിച്ചു കൊടുക്കേണ്ടതും ബ്രഹ്മൻ എന്ന ഋത്വിക്കിൻ്റെ ജോലിയാണ് പ്രധാനമായിട്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏപ്രിൽ 17 മുതൽ 26 വരെ കോഴിക്കോട് കക്കോടിയിലെ വേദമഹാമന്ദിരത്തിൽ നടക്കുന്ന അതിരാത്ര മഹായാഗത്തിൽ പങ്കെടുക്കാനായി വന്നാൽ ഈ ഋത്വിക്കുകളെയും അവർ ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും. ഇരിക്കട്ടെ, നമുക്കിനി മഹാഭാരതത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇവിടെ 4 ഋത്വിക്കുകളെക്കുറിച്ച് ബ്രഹ്മൻ എന്ന ഋത്വിക്കായാണ് ഭീഷ്മർ ശ്രീകൃഷ്ണനെ നിർദ്ദേശിക്കുന്നത്. ആ അവസരത്തിൽ യാഗത്തിൽ അർഘ്യം സ്വീകരിക്കാൻ യോഗ്യൻ ശ്രീകൃഷ്ണനാണെന്ന് എല്ലാവരും അഭിപ്രായപ്പെടുകയും ശ്രീകൃഷ്ണൻ ആ അഭിപ്രായത്തെ സ്വീകരിക്കുകയും അല്ലെങ്കിൽ അതിന് വഴങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ശിശുപാലൻ അതിനെ എതിർത്തുകൊണ്ട് ശ്രീകൃഷ്ണനെ അപമാനിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ശിശുപാല വധം അവിടെ നടക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അഥർവവേദം മാത്രമല്ല, 4 വേദങ്ങളിലും ശ്രൗതയാഗക്രിയകളിലും ഒരേപോലെ പാണ്ഡിത്യമുള്ളവർക്ക് മാത്രമേ യാഗത്തിൽ ബ്രഹ്മസ്ഥാനത്ത് ഇരിക്കാൻ പറ്റുകയുള്ളൂ. വേദവ്യാസനെ പോലുള്ള മഹർഷിമാർ അവിടെ ഉണ്ട് ഈ യാഗം നടക്കുമ്പോൾ. അപ്പോഴാണ് ബ്രഹ്മസ്ഥാനത്ത് ശ്രീകൃഷ്ണൻ ഇരിക്കണം എന്ന് ഭീഷ്മർ പറയുന്നത്. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീകൃഷ്ണൻ യാഗത്തിന് അധികാരിയായതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ അത്രയും ഈ വേദങ്ങളിലും യാഗങ്ങളിലുമൊക്കെ അത്ര നിഷ്ണാതനായതുകൊണ്ടാണ് അങ്ങനെ ഒരു അവസരം അദ്ദേഹത്തിനെ തേടി വരുന്നത്. ഇനി രണ്ടാമത്തെ സന്ദർഭം മഹാഭാരതത്തിൽ നമുക്ക് ഉദ്യോഗപർവത്തിലാണ് കാണുന്നത്. ഹസ്തിനപുരിയിലേക്ക് ദൂതിനായി ചെന്ന ശ്രീകൃഷ്ണൻ ഹസ്തിനപുരിയിലെത്തി കൗരവസഭയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് സ്വയം ആചമനാദികളെല്ലാം ചെയ്ത് മന്ത്രം ചൊല്ലി അഗ്നിഹോത്ര യജ്ഞം ചെയ്യുന്ന രംഗം. കൃതോദകാനുജപ്യ സഹുദാഗ്നി സമലങ്കൃത എന്നാണ് ഉദ്യോഗപർവത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്രീകൃഷ്ണൻ സ്വയം അഗ്നിയിൽ ഹവിസർപ്പിച്ച് യജ്ഞം ചെയ്തതായിട്ടാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സന്ദർഭത്തിലും മഹാഭാരതത്തിൽ നമ്മൾ കാണുന്നത് ശ്രീകൃഷ്ണൻ യജ്ഞം ചെയ്തു, യാഗം ചെയ്തു എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി മൂന്നാമതൊരു സന്ദർഭം കൂടി മഹാഭാരതത്തിൽ അശ്വമേധികാ പർവം എന്ന് പറയുന്നിടത്ത് പറയുന്നുണ്ട്. കുരുക്ഷേത്ര യുദ്ധാനന്തരം വിഷാദത്തിലാണ്ടിരിക്കുന്ന യുധിഷ്ഠിരനെ ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്ന ഒരു രംഗമുണ്ട് അവിടെ. അതായത് ശ്രീകൃഷ്ണൻ ഈ വളരെ വിഷാദത്തിൽ വീണുപോയ യുധിഷ്ഠിരന് ഒരു ആർജവം ഉണ്ടാകുന്നതിന് വേണ്ടി ചില ഉപദേശങ്ങൾ കൊടുക്കുകയാണ്.
അവിടെ പറയാണ്, ഹേ ജനാധിപ, അങ്ങയുടെ അത്യന്തം ശോകത്തിലാണ്ടിരിക്കുന്ന മനസ്സ് പൂർവ്വപിതാക്കന്മാരെ പോലും സന്താപത്തിലാഴ്ത്തുന്നുണ്ട്. അതിനാൽ ഈ ശോകത്തെ, ഈ ദുഃഖത്തെ പരിത്യജിച്ച് ദക്ഷിണായുക്തമായ വിവിധ യജ്ഞങ്ങളിൽ ദേവതകൾക്കായിക്കൊണ്ട് യജിച്ചാലും എന്ന് പറയുകയാണ് അശ്വമേധികാ പർവ്വത്തിൽ. വാജിമേധം, അതായത് അശ്വമേധയാഗം, അതേപോലെ മറ്റ് ദക്ഷിണായജ്ഞങ്ങളും ചെയ്യൂ എന്നും ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനെ ഉപദേശിക്കുന്നുണ്ട്. അതൊക്കെ നമുക്കിവിടെ വായിക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും. ചെയ്യേണ്ടുന്ന മറ്റ് ദക്ഷിണായജ്ഞങ്ങളെ മഹർഷി വ്യാസൻ യുധിഷ്ഠിരന് പിന്നീട് വിശദീകരിച്ചു കൊടുക്കുന്നുമുണ്ട്. രാജസൂയ അശ്വമേധൗ ച സർവമേധം ച ഭാരത നരമേധം ച നൃപതേ ത്വമാഹര യുധിഷ്ഠിര എന്നാണ് ആ ശ്ലോകം. അപ്പോൾ ശ്രീകൃഷ്ണൻ യാഗനിരാസകനായിരുന്നില്ല, മറിച്ച് യാഗത്തിൽ ഋത്വിക്കായിരിക്കുകയും സ്വയം ഹോമവും യജ്ഞവും ഒക്കെ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ യാഗങ്ങൾക്കും യജ്ഞങ്ങൾക്കുമായി പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു എന്നാണ് നമുക്ക് മഹാഭാരതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോക്കൂ, ഇത്രയും മഹത്തായ ഒരു അതിരാത്ര മഹായജ്ഞം കോഴിക്കോട് നടക്കുമ്പോൾ ഈ ശ്രീകൃഷ്ണൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പകർത്തിയ ഈ യജ്ഞം പഠിക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, അതിൻ്റെ ആധ്യാത്മികമായ തേജസ്സും അതിൻ്റെ ചൈതന്യവും ഉൾക്കൊള്ളുന്നതിനും വേണ്ടി കോഴിക്കോട്ടേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. ഏപ്രിൽ 17 മുതൽ ഏപ്രിൽ 26 കൂടി. നമസ്തേ, ശുഭദിനം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.